കരിമല കയറ്റം കഠിനം കഠിനം. ലോകത്തിലെ ഏറ്റവും വലിയ കാനന ക്ഷേത്രമായ ശബരിമലയിലെ തന്ത്രി താഴമൺ കുടുംബത്തിലെ കണ്ഠര് രാജീവരെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നു. ഇത് ഹൈന്ദവ വിശ്വാസികൾക്ക് വേദനയുണ്ടാക്കിയോ? തീർച്ചയായും ഉണ്ടാക്കി, അതൊരു സത്യം. എന്നാൽ ഈ നടപടി ശരിയാണോ? 100% ശരിയാണ് എന്ന് അയ്യപ്പ വിശ്വാസിയായ ഞാൻ ഉൾപ്പെടുന്ന ഹൈന്ദവ സമൂഹം ഉച്ചത്തിൽ പറയും. അത് ഹൈന്ദവ മതത്തിന്റെ ധർമ്മബോധം, സംസ്കാരം. ശബരിമല അയ്യപ്പ ഭഗവാന്റെ പിതൃതുല്യനായ തന്ത്രിക്ക് നേരിട്ട് ഈ വമ്പൻ കൊള്ളയിൽ പങ്കുണ്ടെങ്കിലും ഇനി ഇല്ല എന്ന് തെളിഞ്ഞാലും കൊള്ള നടന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ നിശബ്ദത ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. പെരുംകള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് കണ്ഠര് രാജീവരുടെ സൗഹൃദമാണ്. നമ്മുടെ നാട്ടിന് പുറത്തുള്ള ഒരു സാധാരണ ക്ഷേത്രത്തിലെ അനുഷ്ഠാന കർമ്മങ്ങൾ പോലും നടക്കുന്നത് ആ ക്ഷേത്ര തന്ത്രിയുടെ അറിവോടും സമ്മതത്തോടുമായിരിക്കുമ്പോൾ ശബരിമല എന്ന മഹാക്ഷേത്രത്തിന്റെ വാതിലും കട്ടിളപ്പടിയുമൊക്കെ ഇളക്കിക്കൊണ്ട് പോയപ്പോൾ, അതും തന്ത്രിയുടെ സാന്നിധ്യത്തിലായിട്ട് പോലും അതിൽ നടന്ന കോടികളുടെ തിരിമറി അദ്ദേഹം അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ യുക്തിബോധം നമ്മെ അനുവദിക്കില്ല. തന്ത്രിക്ക് ഈ കൊള്ളയിൽ നേരിട്ട് പങ്കില്ലായിരുന്നുവെങ്കിൽ അതൊക്കെ നടന്ന സമയത്ത് രഹസ്യമായി കോടതിയെ അറിയിക്കാമായിരുന്നു. അതുമല്ലെങ്കിൽ എത്രയോ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുള്ള തന്ത്രി നീതിമാന്മാരായ ചങ്കുറപ്പുള്ള പോലീസ് അധികാരികളോട്, അതല്ലെങ്കിൽ ജില്ലാ കളക്ടറോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമായിരുന്നു. ഈ അറസ്റ്റ് ഒരിക്കലും കേവല സംശയ നിഴലിൻ്റെതല്ല എന്ന് ഉറപ്പിക്കാം. കാരണം അന്വേഷണ സംഘത്തിലുള്ള അയ്യപ്പ ഭക്തരും നേരിട്ട് അന്വേഷണ ഉത്തരവിട്ട ബഹുമാന്യ കോടതിയും ഈ കേസിനെ അത്രയധികം ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള അയ്യപ്പ ഭക്തർ ഈ കൊള്ളയുടെ അന്വേഷണ പുരോഗതികൾക്കായി അനുനിമിഷം അനുദിനം കാത്തിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പിക്കാം, ഇതൊരു നിസ്സാര കേസല്ല. അറസ്റ്റുകൾ ഒന്നും തന്ത്രിയിൽ അവസാനിക്കുകയുമില്ല. കോടി ഭക്തരുടെ വിശ്വാസ സ്വരൂപമായ കലികാലവരതനായ അയ്യപ്പസ്വാമി ഈ പെരുംകൊള്ളയ്ക്ക് കൂട്ടുനിന്നത് തന്ത്രിയായാലും മന്ത്രിയായാലും ഒരാളെയും വെറുതെ വിടില്ല. കാരണം അവിടെ ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് പണം അധ്വാന വിശ്വാസ വർഗത്തിൻ്റെതാണ്. അത് മോഷ്ടിച്ച് ആ പണം കൊണ്ട് ശിഷ്ടകാലം സുഖിച്ച് തൻ്റെ വരും തലമുറകൾക്കായി ബാങ്ക് നിക്ഷേപം നടത്താമെന്ന് കരുതിയവർ ഒക്കെ ഇനിയുള്ള കാലം ഇരുമ്പഴികൾക്കുള്ളിൽ കിടന്ന് ഇഞ്ചിഞ്ചായി നരകയാതനയും നാണക്കേടും അനുഭവിച്ച് ചത്ത് തുലയും. തന്ത്രി കണ്ഠര് രാജീവരോടൊപ്പം ഞാനും വേദി പങ്കിട്ടിട്ടുണ്ട്. അന്ന് അതൊരു അഭിമാനമായി എനിക്ക് തോന്നി. 66 വയസ്സ് പ്രായമുള്ള തന്ത്രി ദേവസ്വം ബോർഡിന്റെ ശമ്പളം പറ്റുന്ന, അതല്ലാതെ തന്നെ ശബരിമല തന്ത്രി എന്ന സ്ഥാനത്തിലേക്ക് ഭക്തലക്ഷങ്ങൾ വിശ്വാസ ബഹുമാനപൂർവം ദക്ഷിണയായി നൽകുന്ന കോടികൾ പറ്റുന്ന നിങ്ങൾ പണത്തിനായുള്ള ആർത്തിയുടെ മുന്നിൽ ഒരു കൊള്ളസംഘത്തിന് ചൂട്ടുപിടിച്ചെങ്കിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അത് ഹിന്ദുവിന്റെ നിയമസംഹിതയാണ്. ഒരാളാലും തിരുത്തി എഴുതാനാവാത്ത ഹൈന്ദവ നീതി ശാസ്ത്രം. സ്വാമി ശരണം.